ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് BNSലെ അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള വൈക്കേരിയസ് ലയബിലിറ്റി ഇൻ ക്രൈമാണ്. വൈക്കേരിയസ് ലയബിലിറ്റി എന്താണ്? മറ്റൊരു വ്യക്തി ചെയ്യുന്ന റോങ്ങിന് വേറൊരാൾ ലയബിൾ ആകുന്നു, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ചെയ്യുന്ന റോങ്ങിന് പ്രിൻസിപ്പൽ എന്താകുന്നു? ലയബിൾ ആകുന്നു. അതിനെയാണ് നമ്മൾ വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ക്രൈമിൻ്റെ കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ആക്ച്വലി ആ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത്, ആ വ്യക്തി തന്നെയായിരിക്കും നോർമലി എന്താകുന്നത്, ആ ക്രൈമിന് റെസ്പോൺസിബിൾ ആകുന്നത്. പക്ഷേ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എന്താണ്? ഒരാൾ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അയാൾ ലയബിൾ ആകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് സെക്ഷൻ 193 ക്ലോസ് 1 ഓഫ് ദ BNS പ്രകാരം ഒരു വ്യക്തിയുടെ ലാൻഡിൽ എന്തെങ്കിലും തരത്തിലുള്ള അൺലോഫുൾ അസംബ്ലിയോ റയറ്റോ എന്ന് പറഞ്ഞാൽ അൺലോഫുള്ളി അസംബിൾ എല്ലാവരും കൂടെ ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കലാപം വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ലാൻഡിൻ്റെ ഓണർ അല്ലെങ്കിൽ ആ ലാൻഡിൻ്റെ ഒക്കുപ്പയർ എന്താകുന്നു? ലയബിൾ ആകുന്നു. അവിടെ അയാൾക്ക് പണിഷ്മെൻറ്റ് കിട്ടാം. ഫൈൻ നോട്ട് എക്സീഡിങ് 1000 റുപ്പീസിൽ എക്സീഡ് ആകാത്തൊരു ഫൈൻ അയാൾക്ക് വരും. എങ്ങനെയാണെങ്കിൽ ഈ ലാൻഡിൻ്റെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വരുന്ന പ്രിൻസിപ്പൽ ഓഫീസർക്ക് ഈ റയറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ അൺലോഫുൾ അസംബ്ലിയെ പറ്റിയോ ഉള്ള ഏർലിയസ്റ്റ് നോട്ടീസ് കൊടുക്കാൻ ഫെയിലാകുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലാൻഡിൻ്റെ ഓണറോ മാനേജറോ ഏജൻറ്റോ ആരെങ്കിലും ഒരാൾ ഈ റയറ്റ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ അൺലോഫുൾ അസംബ്ലി ഉണ്ടാകും എന്നുള്ളതിൻ്റെ ആ ഒരു നോട്ടീസ് ഈ ലാൻഡിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ ഓഫീസർക്ക് കൊടുക്കാൻ ഫെയിലാകുകയാണ് എന്നുണ്ടെങ്കിൽ ആ ലാൻഡിൻ്റെ ഓണറോ ഒക്കുപ്പയറോ 1000 റുപ്പീസിൽ എക്സീഡ് ആവാത്ത ഒരു തുക എന്ത് ചെയ്യണം? ഫൈനായിട്ട് കൊടുക്കാൻ ലയബിൾ ആകുന്നു. ഏതാണ്? BNSലെ സെക്ഷൻ 193 ക്ലോസ് 1. ഇവിടെ ഒരു കേസ് പറയുന്നുണ്ട്, ആർ വേഴ്സസ് പ്രയാഗ് സിംഗ്. ഈ കേസിൻ്റെ അകത്ത് ഒരു പ്രയാഗ് സിംഗിൻ്റെ ലാൻഡിൻ്റെ അകത്ത് ഒരു റയറ്റ് നടക്കുകയാണ്. അപ്പോൾ ഈ റയറ്റ് നടക്കുന്ന സമയത്ത് ഭീർ ഖാൻ എന്ന് പറഞ്ഞ ഒരാൾ, അയാളുടെ മരണമുണ്ടായി. അപ്പോൾ എന്തോ ചെയ്തു? പ്രയാഗ് സിംഗിന് 1000 റുപ്പീസ് ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് ഒരു പണിഷ്മെൻറ്റ് കിട്ടി. ഈ ബൈ സെക്ഷൻ 193 ക്ലോസ് 2. അപ്പോൾ 193 ക്ലോസ് 2 ഓഫ് BNS പ്രകാരം ഒരു റയറ്റ് കമ്മിറ്റ് ചെയ്തു. ആ കമ്മിറ്റ് ചെയ്തത് ആ ലാൻഡിൻ്റെ ഓണറിൻ്റെയോ ഒക്കുപ്പയറിൻ്റെയോ ബെനിഫിറ്റിന് വേണ്ടിയാണ്. അയാൾക്ക് ആ ലാൻഡിൽ നിന്നും എന്തെങ്കിലും ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ ഉണ്ടെന്ന് വെക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ പിന്നെ ഇങ്ങനെ റയറ്റ് ഉണ്ടായി, റയറ്റ് അയാൾ ലോഫുൾ മീൻസിൽ തടയുന്നതിന് വേണ്ടി സ്റ്റെപ്പുകളൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഓണർ അല്ലെങ്കിൽ ഒക്കുപ്പയർ എന്താകുന്നു? ഫൈൻ കൊടുക്കാൻ വേണ്ടി അവിടെ ലയബിൾ ആകുകയാണ് ചെയ്യുന്നത്. സെക്ഷൻ 3 ക്ലോസ് 5ൻ്റെ അകത്ത് എന്താണ് ഡീല് ചെയ്യുന്നത്? ജോയിൻ്റ് ലയബിലിറ്റി അല്ലെങ്കിൽ വൈക്കേരിയസ് ലയബിലിറ്റിയാണ്. എന്തിൻ്റെ ബേസിസിൽ? കോമൺ ഇൻറ്റൻഷന്. അപ്പോൾ 3 ക്ലോസ് 5ൻ്റെ അകത്ത് പറയുന്നത്, ഭാരതീയ സംഹിതയിലെ 3 ക്ലോസ് 5ൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കോമൺ ഇൻറ്റൻഷനോട് കൂടി കുറേ പേര് ചേർന്നിട്ട് എന്തെങ്കിലും ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താകുന്നു? ഓരോരുത്തരും അതിൽ ലയബിൾ ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അയാൾ ചെയ്തു എന്നുള്ളൊരു കണക്കിൽ ഇപ്പം 5 പേര് ചേർന്നിട്ട് പിന്നെ അവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മർഡർ നടത്തി. ആ മർഡർ നടത്തിയപ്പോൾ ഒരാളെ കുത്തുവാണെന്ന് വെച്ചു. ഈ 5 പേരിലെ ഒരാൾ അവരുദ്ദേശിച്ച വ്യക്തിയെ കുത്തി, മറ്റേ ആൾ മരിച്ചു പോയി എന്ന് വെക്കുക. ഈ കുത്താതെ ഇതിൻ്റെ അകത്ത് പങ്കെടുത്തവർ കാണുമല്ലോ, ഇത് പ്ലാൻ ചെയ്യാനായിക്കോട്ടെ കോൺസ്പിറസിയിലും ഒക്കെ പങ്കെടുത്തവരുണ്ടായിരിക്കുമല്ലോ. അവരെ എല്ലാവരെയും ഈ എന്താണ് മറ്റേ അങ്ങേരെ കുത്തിയതായിട്ട്, ആ പറഞ്ഞ വ്യക്തിയെ കുത്തിയതായിട്ട് തന്നെയായിരിക്കും കണക്കാക്കുന്നത്, പ്രതിയായിട്ട് തന്നെയായിരിക്കും കണക്കാക്കുന്നത്. അല്ലാതെ പിന്നെ ഇവർ പ്ലാൻ ചെയ്തേ ഉള്ളൂ, മറ്റേ ആളാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തത്, അങ്ങനെയില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ എന്താകുന്നു? ലയബിൾ ആകുന്നു. അപ്പോൾ കോമൺ ഇൻറ്റൻഷൻ 3 ക്ലോസ് 5ൻ്റെ അകത്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ സെക്ഷൻ 61 ക്ലോസ് 1ൻ്റെ അകത്തും 61 ക്ലോസ് 2ൻ്റെ അകത്തും എന്താണ്? ജോയിൻറ്റ് ലയബിലിറ്റി ഓഫ് മെമ്പർ ഓഫ് എ കോൺസ്പിറസി ടു കമ്മിറ്റ് ആൻ ഒഫൻസ്. ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ എന്താ? ഗൂഢാലോചനയിൽ പങ്കെടുത്തത്. അതെന്താണ്? ജോയിൻറ്റ് ലയബിലിറ്റിയാണ് അവിടെയും വരുന്നത്. സെക്ഷൻ 61 ക്ലോസ് 1ൻ്റെ അകത്തും 61 ക്ലോസ് 2ൻ്റെ അകത്താണ് കോൺസ്പിറസിയെ പറ്റി ഡീൽ ചെയ്യുന്നത്. ഇനി സെക്ഷൻ 190 എന്താണ് പറയുന്നത്? ഡീൽസ് വിത്ത് ജോയിൻറ്റ് ലയബിലിറ്റി ഓർ വൈക്കേരിയസ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് ആൻ അൺലോഫുൾ അസംബ്ലി വെൻ ആൻ ഒഫൻസ് ഈസ് കമ്മിറ്റഡ് ബൈ എ മെമ്പർ ഇൻ പ്രോസിക്യൂഷൻ ഓഫ് ദ കോമൺ ഒബ്ജക്റ്റ് ഓഫ് ദ അൺലോഫുൾ അസംബ്ലി. അൺലോഫുൾ അസംബ്ലിയുടെ കോമൺ ഒബ്ജക്ഷനോട് കൂടി അവിടെ
ഒബ്ജക്റ്റോട് കൂടി അവിടെ ഒരു ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താണ് പറയുന്നത്? 190-ക്കകത്ത് അൺലോഫുൾ അസംബ്ലിയെ പറ്റിയാണ് പറയുന്നത്. 310 ക്ലോസ് 3-ക്കകത്ത് ഡക്കോയിറ്റിയുടെ ലയബിലിറ്റിയാണ്. പിന്നെ ഡക്കോയിറ്റി വിത്ത് മർഡർ, മറ്റൊരാളുടെ ഡക്കോയിറ്റി കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മർഡർ കോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി. 331 ക്ലോസ് 8-ൻ്റെ അകത്ത് ലോർക്കിംഗ് ഹൗസ് ട്രസ്പാസ്, വീട്ടിൽ അതിക്രമിച്ച് കയറുന്നു, പിന്നെ വീട് കുത്തി തുറന്ന് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് രാത്രിയിൽ അകത്ത് കയറി മറ്റൊരാളുടെ ഡെത്തോ ഗ്രീവിയസ് ഹേർട്ടോ മറ്റൊരാൾക്ക് കോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി. ഇത്രയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ്? സെക്ഷൻ 193 ക്ലോസ് 1 പറയുന്നുണ്ട്, 193 ക്ലോസ് 2 പറയുന്നുണ്ട്, 3 ക്ലോസ് 5, 61 ക്ലോസ് 1, 61 ക്ലോസ് 2, 310 ക്ലോസ് 3, 331 ക്ലോസ് 8. ഇതൊക്കെ എന്താണ്? ഇവിടെ ഒരു ക്രൈമിൽ എന്താണ് പറയുന്നത്? ക്രൈമിൽ സാധാരണ ആരാണോ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് അവരാണ് റെസ്പോൺസിബിളായിട്ട് വരുന്നത്. പക്ഷേ ആ ഒരു പ്രിൻസിപ്പിളിൻ്റെ എക്സെപ്ഷൻസ് ആണ് ഈ പറഞ്ഞ ഇത്രയും കേസുകൾ.